എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. താങ്ക് യുടാ, താങ്ക് യു. ആദ്യത്തെ ഫിലിം ഇത്രയായെങ്കിൽ ഇനി എന്റെ വരാൻ പോകുന്ന കുറേ സിനിമകളുടെ എക്സ്പീരിയൻസ്. നമ്മൾ ലാഗിങ് ഇല്ലാണ്ട് പടം എത്തിച്ചിട്ടില്ലേ ഇല്ലേ? പറഞ്ഞല്ലോ. കാരണം ഞാൻ പ്രതീക്ഷയില്ല. ഇതുവരെ നിങ്ങളുടെ ആരും പോയി ഈ പടത്തിനെ കുറിച്ച് ഒരു വണ്ടി പോയിട്ടില്ല. സ്റ്റോറി മാത്രമായിട്ടുള്ളൂ. ഞാൻ തുറന്ന് പറയാൻ എന്തായാലും പോയി പടം കാണാൻ വേണ്ടി ഒരു ആവറേജ് മൂവി അത് എടുത്താൽ മതി. ഒരു ആവറേജ് മൂവി എടുത്താൽ മതി. ആ ലെവലിൽ പോയി പടം കാണാം. ലാഗിങ് ഇല്ല. എന്നാലും എല്ലാവരും ഞാൻ അഭിനയിച്ചിന് എല്ലാവരും പുതുമുഖങ്ങളാണ് ചിന്തിക്കുക. ആ ലെവലിൽ ചിന്തിച്ചിട്ട് ഇതിനകത്ത് അഭിനയിച്ചിന് എല്ലാവരും ഇനിയും ചാൻസ് കിട്ടാനുണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് തന്നെ പറയാനുള്ള നമ്മുടെ ഫിലിം സാറുണ്ട്. കാരണം എൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഞങ്ങളുടെ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങളുടെ കോമ്പിനേഷൻ അടിപൊളിയല്ലേ അല്ലേ? നല്ല ഫീലായിരുന്നു. നമ്മുടെ ആ ഫൈനലൊക്കെ എൻ്റെ കണ്ണിൽ നിറഞ്ഞു പോയി. അറിയാം ഞാനൊരു ഡബിൾ റോള് പോലെയുള്ള ഫ്ലാഷ് ബാക്ക്. അതായത് നമുക്ക് എതിരെ നിൽക്കുന്ന ഒരാൾ നമുക്ക് തരുന്നൊരു സാധനമുണ്ട്, ഊർജ്ജം. അത് നമുക്ക് അഭിനയിക്കാൻ കിട്ടുന്ന സാധനം. കാരണം നമുക്ക് പരസ്പരം നമുക്കൊരു കോമ്പിനേഷൻ ഉണ്ട്. കോർഡിനേഷൻ എങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് സീനൊക്കെ കരണ്ട സീനൊക്കെ ഒറ്റ ടേക്കിൽ ശരിയാക്കണം. ഒറ്റ ടേക്കിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? ഞാൻ രാത്രിക്ക് ആ വീട്ടിൽ നിന്നൊക്കെ നേരത്തെ പോകണമായിരുന്നു. ഒറ്റ ടേക്കിൽ ശരിയാക്കണം എന്നുള്ള മൈക്ക് ഒറ്റ ടേക്കിൽ എടുത്തതാണ്. യൂണിറ്റ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സ്മോക്കൊന്നും ഇട്ടതല്ല. അവിടുത്തെ പ്രകൃതി തന്ന സംഗതികൾ വെച്ചാൽ നമ്മളെല്ലാം ഗംഭീരമായി ചെയ്യും. ഞങ്ങൾ പടം പിടിക്കുമ്പോൾ ചോദിക്കാറുണ്ട് സാറ് സീരിയലാണോ കോൺസെപ്റ്റ് മാത്രം അങ്ങനെ ഒരു ഷൂട്ട് ചെയ്യണം. പക്ഷെ എന്നാൽ പിടിപിടിന്ന് ഒറ്റ ഈവൻ മോണിറ്റർ പോലും ഇല്ലായിരുന്നു. മോണിറ്റർ ലില്ലിപ്പുട്ട് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ലില്ലിപ്പുട്ട് പണി അതുകൊണ്ട് ചില സാധനങ്ങൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. കഴിക്കാൻ ഭക്ഷണം പോലും ഉണ്ടായിരുന്നു അല്ലേ? ആ ലെവലായിരുന്നു. ഇവരെ കൂടി ഞങ്ങൾക്ക് ഭക്ഷണം വെച്ചിട്ടുള്ള ആൾക്കാർ ബ്രഹ്മാണ്ട പടമൊന്നുമല്ല. ഭക്ഷണം വെച്ച് ചേച്ചി അവരുടെ പേരും എനിക്ക് അറിയില്ല കേട്ടോ. മലമുകളിൽ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ള കാര്യം നമ്മുടെ പറക്കാട്ട് പ്രകാശൻ. ആ പറക്കാട്ട് പ്രകാശൻ നമ്മുടെ പറക്കാട്ട് റിസോർട്ട് 3 ദിവസം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു, ഫുഡ് തന്നു. അവിടുത്തെ ലൊക്കേഷൻ അടിപൊളിയായിരുന്നു. പ്രകാശേട്ടാ നന്ദിയുണ്ട്. കാരണം ഞങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഒരു കാര്യം ഒരു 10 പൈസ വാങ്ങിക്കാണ്ട് ഞങ്ങൾക്ക് ആ ലൊക്കേഷൻ തന്നേന്. അന്ന് ഞാനൊന്നും ആരുമില്ല. അവരുടെ മകനെ ഞാൻ ട്രെയിനിലേക്കായിരുന്നു. ആ ഒരു ഇതിനകത്ത് നമുക്ക് തന്നത് പ്രകാശന് തീരാതെ നന്ദിയുണ്ട്. താങ്ക് യു.